Hello guys, once again welcome back to another variety video of Trip with Shinil. Guys, അപ്പോൾ നമ്മൾ 2850 പ്രൊജക്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കുന്ന സ്ഥലം എത്രയാണ് അതിൻ്റെ റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. അവർക്കൊരു വീഡിയോ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം അകലെന്നാണ് സ്ക്രീൻ വലുതായിട്ട് കിട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യണം. അപ്പോൾ ഇതാണ് 2850 നമ്മുടെ പ്രൊജക്ടർ. അപ്പോൾ ഞാനിത് മേടിച്ചിട്ട് ഇപ്പോൾ അന്ന് വീഡിയോ ചെയ്ത അന്ന് തൊട്ടിട്ട് ഇത്രയും നാൾ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പരമാവധി ദിവസങ്ങളിലൊക്കെ ഒരു 2 സിനിമ വീതമൊക്കെ ഞാനിതിൽ വെച്ചിട്ട് കാണാറുണ്ട്. പക്ഷേ ഇതുവരെ യാതൊരു കുഴപ്പമില്ല. എനിക്ക് ആപ്പാടെ ഒരു കുഴപ്പം തോന്നിയേക്കണത് ഹോട്ട്സ്റ്റാർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ആവുന്നില്ല. അതായത് പഴയ ഹോട്ട്സ്റ്റാർ ഉണ്ടായിരുന്നു, ആ ഹോട്ട്സ്റ്റാർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരുന്നു. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണല്ലോ, അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. പക്ഷേ അത് ഓപ്പൺ ആവുന്നില്ല. അത് മാത്രമേ എനിക്ക് കുഴപ്പമായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ കാസ്റ്റിംഗ് എങ്ങനെയാണ് നടക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇതാണ് നമ്മുടെ ഒരു വീഡിയോ, നമ്മുടെ എന്താണ് സ്റ്റുഡിയോ, അല്ലെങ്കിൽ നമ്മുടെ ഇത് കാണുന്ന റൂമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്നതാണ്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ആയിട്ട് വരുന്നത്. സ്റ്റുഡിയോ അല്ല, നമ്മൾ ഈ പരിപാടി നമ്മുടെ വീഡിയോ കാണുന്നത് നമ്മളിവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത്. ഞാനത് ലൈറ്റ് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാ, ഇതാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത്. കണ്ടാ, ഇത്രയും വലിയ സ്ക്രീനാണ്. അപ്പോൾ ഈ സ്ക്രീനിൽ ശരിക്കും നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാ ഐറ്റവും വന്നിട്ടുണ്ട്. ഈ സ്ക്രീനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നെറ്റ്വർക്ക് അവിടെയാണ് ശരിക്കും നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഈ ഒരു ഭാഗമുണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ ലാംഗ്വേജ് ഉണ്ട്, അതർ സെറ്റിങ്സ് ഉണ്ട്. അതർ സെറ്റിങ്സിലൊക്കെ ആപ്പ് ഏതെങ്കിലും പുതിയ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇത് പ്രൊജക്ടറിൻ്റെ സെറ്റിങ്സ് കറക്റ്റ് ആക്കുന്നത്, ഇത് സ്ക്രീൻ കാസ്റ്റ്, ഇത് ഡേറ്റ് ആൻഡ് ടൈം, ഇത് അബൌട്ട് ഡിവൈസ്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് നമ്മുടെ സിനിമ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ എല്ലാ ആപ്പും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട്, ഇതാണ് ഇതിൻ്റെ നാവിഗേറ്റർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതിന്മേൽ എന്താണ് നമ്മുടെ മൗസിൻ്റെ ഓപ്ഷനുണ്ട്, പ്ലസ് നമുക്ക് സ്വിച്ച് ഇട്ടിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, പ്ലസ് നമുക്ക് ഹോമിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്, സൗണ്ട് കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇപ്പം ഇതിൻ്റെ അകത്തുള്ള ആപ്പുകളൊന്ന് പ്ലേ ചെയ്ത് അതിൻ്റെ സൗണ്ടും കൂടി ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് എപ്പോഴും നമ്മൾ പലരുടെയും സംശയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്റ്റ് ആവും എന്നുള്ളതാണ് മെയിൻ സംശയം, ബ്ലൂടൂത്ത് കണക്റ്റ് ആവുമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു എൻ്റെ ഒരു സ്പീക്കർ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു സ്പീക്കറാണ്. ഈ സ്പീക്കറിന് വേറെ കണക്ഷൻസ് ഒന്നുമില്ല. ഇതിനകത്തേക്ക് അവിടെ പവർ കേബിൾ മാത്രമാണ് പോയിട്ടുള്ളൂ. ഇത് നമ്മുടെ പ്രൊജക്ടറിൻ്റെ കേബിളാണ്, അതായത് പവർ കേബിളാണ്. അപ്പോൾ ഇനി ഇതിന്മേലേക്ക് നമുക്കൊന്ന് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മുടെ മൗസിൻ്റെ ഒരു എന്താണ് ക്രൈസർ, ആ സാധനം ഇതേപോലെ ഒരു ആരോ മാർക്ക് പോലത്തെ ഒരു സാധനം തന്നെയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ റിമോട്ട് വെച്ചിട്ട് തന്നെ ഇതാക്കാം. അത് ഒന്നില്ലെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ആ മൗസിൻ്റെ ഇതങ്ങോട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഓഫായി. ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, എല്ലാത്തിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് സെറ്റിങ്സിലേക്ക് പോവുകയാണ്. നെറ്റ്വർക്ക് സെറ്റിങ്സിൽ ഇത് ഓക്കെ അമർത്തി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് സെറ്റിങ്സ് വന്നു. അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റുകളൊക്കെ വന്നേക്കണം. നെറ്റുകൾ ഇപ്പോൾ നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്, വൈഫൈ മുകളിൽ വൈഫൈ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വൈഫൈയിലാണ് നമ്മളിത് കണക്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇതുമേലുണ്ട്, റിമോട്ട് മേലുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് സെറ്റിങ്സ് എടുക്കാം. ബ്ലൂടൂത്ത് സെറ്റിങ്സ് എടുക്കുമ്പോഴും ഇത് മുകളിൽ നമുക്കിത് ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ ഇത് ഓഫ് ആക്കാം. ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ബ്ലൂടൂത്ത് ഓഫായി. ഇനി ഇപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കാം. ഓൺ ആക്കി കഴിയാൻ അവൈലബിൾ ബ്ലൂടൂത്ത് അപ്പോൾ ഇവിടെ ബ്ലൂടൂത്ത് ഇൻ യൂസ് എന്ന് കാണിക്കുന്നത് നമ്മുടെ സ്പീക്കർ ഇപ്പോൾ കണക്ട് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ഇതൊന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഏതാണ് പ്ലേ ചെയ്യാൻ കാണിച്ചു തരാം. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഓൺ ആകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ സ്ക്രീനാണ് കേട്ടോ. എന്നിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ മൗസ് ഓൺ ആക്കിയിട്ട് കണ്ടത്, ഇപ്പോൾ മൗസിൻ്റെ സാധനം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ മൗസ് ഓൺ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഏതാണോ
നമുക്ക് ഓൺ ആക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൈൽഡിൻ്റെ ആണെങ്കിൽ ചൈൽഡ്, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട്, അത് നമുക്ക് ഓൺ ആക്കാം. അത് ഓണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ പ്ലേ ചെയ്യേണ്ടത്, ഇപ്പോൾ ജുമാൻജി എന്ന് പറഞ്ഞൊരു മൂവിയാണ് അവിടെ പ്ലേ ചെയ്യണം. അപ്പോൾ ആ മൂവി അവിടെ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ അതിൻ്റെ ട്രെയിലറാണ് മുകളിൽ കാണിച്ചേക്കണം. നമുക്ക് അതിൻ്റെ താഴത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് സമയത്തിനുള്ള പ്രോസസ്സാണ് ഇത്. അതായത് സാധനം മുകളിലേക്ക് പോയി. ഇനിയിപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. നമ്മൾ പ്ലേ കൊടുക്കണം. ഇപ്പോൾ പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാധനം വരെയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ എന്തോരം വരുന്നത് പോകില്ല. അതിപ്പോൾ പേയ്മെൻറ്റ് കാരണം, പേയ്മെൻറ്റ് ഓപ്ഷൻ കാരണം സാധനം ഹോൾഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഇതിനകത്ത് പ്ലേ ചെയ്യാം കേട്ടോ. ഇതിനകത്ത് നെറ്റ്ഫ്ലിക്സ് പ്ലേ ചെയ്യാം. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ പ്രശ്നം കാരണം അത് ഹോൾഡായിട്ടിരിക്കുകയാണ്. നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നെറ്റ്ഫ്ലിക്സ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തിടാം, നമുക്ക് യൂട്യൂബ് എടുക്കാം. യൂട്യൂബിനകത്ത് എന്തൊക്കെയാണ് പ്ലേ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ യൂട്യൂബ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അത് ഇവിടെ ഇങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. അപ്പോൾ അത് നല്ല ക്ലാരിറ്റിയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഈ ഒരു സാധനം പ്ലേ ചെയ്ത് നോക്കാം. അതിരപ്പള്ളി ഭാഗത്തുള്ള പൊളാരിസ് ദ റിവർ സൈഡ് എന്ന് പറയുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മളിത് കവർ ചെയ്യാൻ പോണ. 9 റൂമുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കുള്ളത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ആദ്യം ഒരു ബേസ്മെന്റ് നിലയുണ്ട്. അവിടെ 2 റൂമാണ് ഉള്ളത്. പ്രീമിയം റൂംസ് ആണ് അവിടെ ഉള്ളത്. അത് ഗാർഡനിലേക്കാണ് ആക്സസ് വരുന്നത്. അതിന്റെ മുകളിൽ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 റൂമാണ് ഉള്ളത്. അതിന്റെ ആക്സസ് വരുന്നത് സ്വിമ്മിംഗ് പൂളിലെ മൾട്ടിമീഡിയ പ്രൊജക്ട് എന്നൊക്കെ എഴുതി കാണിച്ചേക്കുന്നത്. അപ്പോൾ ഹൈലൈറ്റ് കോട്ടിംഗ് ലെൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. HD ഉണ്ട്, USB ഉണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ള ഒരു അടിപൊളി പ്രൊജക്ടറാണ് ഇന്ന് കാണിക്കുക. അപ്പോൾ ഇതിനെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഇതിന് 2850 രൂപയുടെ റേറ്റ് ആയിട്ട് വന്നത്. 2850 രൂപയുടെ റേറ്റ്. ഞാൻ ശരിക്കും നമ്മുടെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യണ ക്യാമറയുടെ ഗിംബൽ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. ഇന്നലെ ഞാനൊരു മെഷടിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ലെവലിലും, അതുപോലെ തന്നെ നേച്ചറിന്റെ കാറ്റും സൂര്യപ്രകാശവും അതുപോലെ തന്നെ വായുവൊക്കെ അകത്ത് ലഭിക്കുന്ന ലെവലിലും നന്നായിട്ട് മെഷ് ചെയ്തിട്ടാണ് ഓരോ കേജും ഉണ്ടാക്കിയിരിക്കുന്നത്. ആവശ്യത്തിനനുസരണം തീറ്റ, അതുപോലെ തന്നെ പരിചരണം, ഇഷ്ടംപോലെ തൊഴിലാളികൾ, ഇഷ്ടംപോലെ പരിചാരകർ, എനിക്ക് ഇഷ്ടംപോലെ വർക്കേഴ്സ് അവിടെ ഉണ്ട് ഇതിനൊക്കെ പരിചരിക്കാനുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഗൈസ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നമ്മുടെ പ്രൊജക്ടർ ഇവിടെയാണ് വെച്ചേക്കണം. ഇവിടെയും വരെയാണ് നമ്മുടെ ഡിസ്റ്റൻസ് വന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഞാൻ വേണമെങ്കിൽ അളന്ന് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ആ ഡിസ്റ്റൻസ് ഏകദേശം ഒരു 3 മീറ്ററാണ്. 3 മീറ്റർ വ്യത്യാസത്തിലാണ് ഞാൻ ഈ നമ്മുടെ പ്രൊജക്ടർ വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്രൊജക്ടർ ഒരു 3 മീറ്റർ വ്യത്യാസത്തിലാണ്. ഇവിടെയാണ് എൻ്റെ പ്രൊജക്ടർ ഇരിക്കണം. എൻ്റെ ഭിത്തി വന്നത്, അല്ലെങ്കിൽ എൻ്റെ വോള് വന്നത് അവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊജക്ട് ഇത് കണ്ട, ഇതിൻ്റെ സ്ക്രീൻ നോക്കി, ഇത്രയും വലിയ സ്ക്രീനാണ്. ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. കണ്ട, ഇത്രയും വലിയ സ്ക്രീനിലാണ് നമ്മൾ ഈ മൂവി കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഇത് ഒന്നും കൂടി വലുതാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് പുറകോട്ട് എടുത്താൽ വീണ്ടും വലുതാവും. അപ്പോൾ നെബുലാക്കൽ അങ്ങനെ നല്ല രസമായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് 3 മീറ്റർ വ്യത്യാസത്തിലാണ് വെച്ചേക്കണം. 3 മീറ്റർ വ്യത്യാസത്തിൽ വെച്ചേക്കണ പ്രൊജക്ടർ ആയതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് കാണണം. ഇനി ഞാൻ ഇതുമേലെ എങ്ങനെയാണ് നമ്മുടെ USB കൂടി കണക്ട് ചെയ്ത് കാണിച്ചാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും എന്താണ് നമ്മുടെ ലാപ്ടോപ്പ് ഇത് കണക്ട് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ എൻ്റെ പ്രൊജക്ടർ അവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ മൂവി ഇവിടെയാണ്. അപ്പോൾ ഇനി 2 കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചുതരാം. ഒന്ന് നമ്മുടെ ലാപ്ടോപ്പ് ഇത് കണക്ട് ചെയ്യണതും, അതുപോലെ കാസ്റ്റിങ്ങും സ്ക്രീൻ കാസ്റ്റിങ്ങും കൂടി ഞാൻ കാണിച്ചു. ഗൈസ്, അപ്പോൾ നമ്മുടെ എന്താണ് HDMI കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കേബിൾ അങ്ങോട്ട് കണക്ട് ചെയ്യുക. അതങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാപ്ടോപ്പും ഇവിടെ ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്പിൻ്റെ ഈ വശത്ത് HDMI കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി കണക്ട് ചെയ്യണം. നോക്കട്ടെ, എവിടെ. അപ്പോൾ ഞാൻ HDMI അവിടെയും കണക്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ കേബിൾ ഭയങ്കര ചെറുതാണ് കേട്ടോ. HDMI കേബിൾ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അത് ഓൾറെഡി അവിടെ വന്നു. ഇത് നോക്കി ചെയ്തിട്ടു നമുക്ക് ബാക്ക് അടിക്കാം.
ബാക്ക് അടിച്ചിട്ട് നമുക്ക് ആ സെറ്റിങ്സിലേക്ക് എത്താം. ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് കണക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവിടെ HDMI ഒരു ഓപ്ഷൻ ഉണ്ട്. അത് റൈറ്റ് സൈഡിൽ തന്നെ HDMI ഓപ്ഷൻ ഉണ്ട്. ഈ HDMI ഓപ്ഷൻ എടുക്കാം. അപ്പോൾ HDMI ഓപ്ഷൻ എടുക്കുമ്പോൾ ഇൻസെർച്ച് എന്ന് കാണിക്കും. ഇൻസെർച്ച് എന്ന് കാണിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തും നമ്മുടെ മൊബൈലിൻ്റെ അകത്തും ഒന്ന് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് വലിയ സ്ക്രീനിൽ ഇവിടെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് വലിയ സ്ക്രീൻ കൊടുത്തു കഴിയുമ്പോൾ മൂവിയുടെ എല്ലാ ഭാഗങ്ങളും വരും. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ ബ്ലൂടൂത്ത് ഉണ്ട്, അതുപോലെ തന്നെ HDMI കേബിൾ കണക്ട് ചെയ്യണുണ്ട്, അതുപോലെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണുണ്ട്. ഇനിയിപ്പോൾ സ്ക്രീൻ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെറ്റിങ്സ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് സ്ക്രീൻ കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ആ സ്ക്രീൻ കാസ്റ്റിംഗ് ഓപ്ഷൻ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു QR കോഡ് കാണും. ആ QR കോഡ് എന്ത് ചെയ്യുക, നമ്മുടെ മൊബൈലിൽ എന്താണ് സ്കാൻ ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ചിലപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് അത് എന്താണ് പെർമിറ്റഡ് അല്ല എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ അത് സെറ്റിങ്സിൽ പോയിട്ട് ആ പെർമിഷൻ അലോ ചെയ്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പ് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്ക്രീനിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീൻ വന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കണം. ബാക്ക് അടിച്ച് കഴിയാൻ നേരത്ത് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്ക്രീൻ കാസ്റ്റിംഗ് എന്നുള്ള ഓപ്ഷൻ വന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ കാസ്റ്റിംഗ് എടുക്കണം. അപ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ അറ്റത്തായിട്ട് കണ്ട ഒരു QR കോഡ് കാണുന്നുണ്ട്. ഈ QR കോഡ് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യാം. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ആ ആപ്പ് വരും. ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ ഇപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഇപ്പോൾ സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈലിൽ എന്ത് ചെയ്താലും അവിടെ വരവിടാണ്ട്. ഇപ്പം നമ്മുടെ മൊബൈലിൽ കാണിക്കണതുണ്ട്. അതെ, മൊബൈലിൻ്റെ ക്യാമറ ഓണാക്കിയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അതവിടെ കാണാം. ഇനിയിപ്പം വേറെ ഫയൽസ് ഉണ്ടാകും. നമുക്ക് ഇതിൻ്റെ ആപ്പിൻ്റെ അകത്ത് ഫയൽസ് ഉണ്ടാകും. നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഫയൽസ് അതെടുത്ത് ആ ഫോട്ടോ എടുത്ത് ഇടുന്നുണ്ട് ഫോട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് മൊബൈലിലുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇതിൻ്റെ ഫോട്ടോ ആണ്. അതിപ്പോൾ നമ്മൾ സ്ക്രീൻ കാസ്റ്റിംഗ് ചെയ്തേക്കണം. ഇനി അപ്പോൾ അതിനകത്ത് നിന്ന് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് ഇപ്പോൾ ഷോർട്സ് കാണാം. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാകും ഷോർട്സ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ എത്ര വലിയ സ്ക്രീൻ കിട്ടും, അത് എത്ര മീറ്റർ അകത്തി വെച്ചാലാണ് വലിയ സ്ക്രീൻ കിട്ടുക, അതുപോലെ തന്നെ ഇതിൻ്റെ USB എങ്ങനെയാണ് കണക്ട് ചെയ്യണത്, സ്ക്രീൻ കാസ്റ്റിംഗ് എങ്ങനെയാണ്, നെറ്റ്വർക്ക് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചത്. പിന്നെ ഇനി ബ്ലൂടൂത്ത് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുമേൽ നമ്മുടെ സാധാരണ എന്താണ് സ്പീക്കറിൽ നിന്ന് പിന്ന് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്പീക്കറിൽ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചെറിയ പിന്ന് കണക്ട് ചെയ്യുമെങ്കിൽ അത് അതിൻ്റെ ബാക്കിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ എനിക്ക് ആപ്പാടെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആപ്പാടെ ഒരു ഫെയിലിയർ വന്നത് ഈ ഒരു നമ്മുടെ ഹോട്ട്സ്റ്റാർ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ജിയോ ഹോട്ട്സ്റ്റാർ അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കിയിട്ട് അത് മാത്രമാണ് എനിക്ക് ഫെയിലിയർ ആയത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്ത് അവൈലബിൾ ആണ്, USB അവൈലബിൾ ആണ്, അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ സ്ക്രീൻ കാസ്റ്റിംഗ് പറ്റും. ഇനി സ്ക്രീൻ കാസ്റ്റിംഗ് വളരെ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി നന്നായിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് അത് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കുമ്മ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് അത് ഷെയർ ചെയ്തിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്കാണ് പോവുക. ആ ഡെസ്ക്ടോപ്പിൽ റിമോട്ട് ഫോർ ആൻഡ്രോയിഡ് ആണ്, ഫോർ ആൻഡ്രോയിഡ്, ലിനക്സ് അങ്ങനെയുള്ള സൈറ്റുകൾ, അങ്ങനെയുള്ള സിസ്റ്റത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അതുമ്മ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, സ്ക്രീൻ കാസ്റ്റിംഗ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, സ്ക്രീനിൻ്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മോള് തുടങ്ങിയിട്ട് ആ AC ആണത്, AC യുടെ മോള് തുടങ്ങിയിട്ട് ഇവിടെയും വരെയൊക്കെ അത് വരണുണ്ട്. ഹൈറ്റ്
1.5 മീറ്ററും നീളം ഒരു 2 മീറ്ററൊക്കെ വരുന്ന ലെവലിൽ നമുക്ക് ഇത്രയും ഒരു 3 മീറ്ററോളം അകത്തി വെച്ചാൽ നമുക്ക് നല്ല വലുതായിട്ട് സ്ക്രീൻ കിട്ടും. പിന്നെ അതാണ് അതിൻ്റെ ഒരു ഈ ഒരു പ്രൊജക്ടറിൻ്റെ സ്ക്രീനിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട ആ ഒരു എല്ലാ ഡൗട്ടുകളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക.